മലപ്പുറത്ത് കസേരക്കുണ്ടെന്ന് കൊമ്പൻ ശരിഞ്ഞത് വെടിയേറ്റാണെന്നൊരു സംശയമുള്ളത് എന്തെങ്കിലും ഒരു സൂചനകളോ എന്തെങ്കിലും അന്വേഷണമോ? അല്ല, ഇത്തരത്തിലുള്ള അവിടെ കസേര കൊമ്പൻ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം മാത്രമേ വിശദമായി അത് സംബന്ധിച്ച് പ്രതികരിക്കാനൊക്കൂ. അങ്ങനെ ഒരു തെറ്റായ പ്രവണതയോടെ നടന്നിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ചെമ്പ്ര ടൂറിസ്റ്റ് അഴിമതിയിൽ ആരോപണത്തിനായ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ മന്ത്രി സംരക്ഷിക്കുന്ന ഒരു ആരോപണമുണ്ട്. അങ്ങനെ ഇതിൽ ശുപാർശ ലഭിച്ചിട്ടുണ്ടോ? അത് ആരോപണം മാത്രം. ശുപാർശ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊരു ആരോപണം മാത്രം. അത് നിങ്ങളുടെ ഒരു ആരോപണം മാത്രമാണ്. ശരി, അത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ ആരോപണം മാത്രമാണ്. ശരി. ഈ കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമാണ് മലയോര മേഖലയിൽ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമുണ്ട്. അത് സംസ്ഥാന വനംവകുപ്പിന്റെ ഒരു നിലപാടെന്താ വിഷയം? അത് 2021 മുതൽ ഈ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ വെച്ച് സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തി ഇതുവരെ അതിന്മേൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കേണ്ടതുണ്ട്. നിലവിലേത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ക്ഷുദ്രജീവിയാക്കണം തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ലാതെ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന എല്ലാവരെയും അപകടകാരികളായ മൃഗങ്ങളായി പ്രഖ്യാപിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു ഭേദഗതി വേണമെന്നാണ് ഞങ്ങൾ കേരള നിയമസഭ തന്നെ ഒറ്റക്കെട്ടായി പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചത്. ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിന് ഒരു സമഗ്രമായ പഠനം, ഇതിനൊരു ശാശ്വത പരിഹാരമായി എന്തെങ്കിലും വനംവകുപ്പിന് മുന്നിലുണ്ടോ? അല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമ്മേളനം ഇത്തരത്തിലൊരു പഠനം നടത്തുന്നതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സോളാർ വൈദ്യുതി വരെയും അതുപോലെ കിടങ്ങ് അത്തരം പദ്ധതികളിലൊക്കെ കൂടുതൽ എന്തെങ്കിലും പണം അനുവദിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ പോകുമോ? നിങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം സാമ്പത്തിക പരിഗണന നൽകിയതായി നമ്മൾ ആ സമയത്ത് തന്നെ എല്ലാവരെയും അറിയിച്ചതാണ്. മറ്റൊന്ന്, ഈ ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള സേനകളെ ശാക്തീകരിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നും ഫണ്ടനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് മുന്നിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കർമ്മ പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ അത് ഈ മാർച്ച് ആകുമ്പോഴേക്കും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ല, അതൊക്കെ ഈ കേന്ദ്ര വന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒന്നുകിൽ അത് ജനന നിയന്ത്രണം, അല്ലെങ്കിൽ കൂടുതൽ വരുന്ന പ്രത്യേക സീസണിൽ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ, ഇതൊന്നിനും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോഴുള്ളത്. ആ നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കാൻ യോജിച്ച പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും വിമർശനങ്ങളും ആവശ്യമായി വന്ന കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുന്ന വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയാണ്. അത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുകയില്ല, രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. ശാസ്ത്രീയമായ പഠനം ഉടനുണ്ടാവുമോ? വേണ്ടല്ലോ, ഉണ്ടാവും.